all guys, trust me, this is not a paid promotion. First തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതെനിക്ക് അത്രയ്ക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. എന്നെപ്പോലെ ഈ പ്രശ്നം കുറേ പേര് അനുഭവിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂവിൻ്റെ വീഡിയോ ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ ഏതാണ് പ്രൊഡക്റ്റ്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ ആ പരിഹാരം ഇത്രയാണ്. ഇതൊരു ചെറിയ ബോട്ടിലാണെന്ന് വെച്ചിട്ട് നിങ്ങൾ അത്ര ചെറുതാക്കി കാണേണ്ട ഈ പ്രൊഡക്റ്റിനെ ഗൈസ്. ഇതിൻ്റെ പല സൈസിലും അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ, പേർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് ഇത്ര യൂസ് ചെയ്തതിന് ശേഷം തന്നെ എൻ്റെ ഡാൻഡ്രഫ് തെച്ചും നീക്കം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ ബെയർ അനാറ്റമിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് കേട്ടോ. ഇതൊരു കിടിലൻ ഷാമ്പു തന്നെയാണെന്ന് ഞാൻ എവിടെ വേണമെങ്കിൽ എഴുത്തരും. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെയോ യൂസ് ചെയ്തു, എന്നിട്ടും എൻ്റെ താരൻ ഒരു വക വിട്ടുമാറിയിട്ടില്ല. പക്ഷേ ഈ യൂസ് ചെയ്തതിന് ശേഷം, ഈ ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം ഒറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ മുടിയല്ല, നമ്മളെ സ്കാൽപ്പ് നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ പൊരിഞ്ഞ മുടിയാണ് ഇതേപോലെ ആയത് ഗൈസ്. അത്രക്കും നല്ല കിടിലൻ പ്രൊഡക്റ്റാണ്. ഇതിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത് സാലിസിലിക് ആസിഡും ബയോട്ടൈനും ആണ് കേട്ടോ. സാലിസിലിക് ആസിഡ് നമ്മളുടെ സ്കാൽപ്പിൽ നിന്ന് ഡാൻഡ്രഫ് നീക്കം ചെയ്യാനും, ബയോട്ടിൻ നമ്മളുടെ മുടി സ്ട്രെങ്ത്, മുടി കൊഴിഞ്ഞു പോയ മുടി തിരിച്ചു വരാനും, മുടി കൊഴിയാതിരിക്കാനും സഹായിക്കുന്നു. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാട്ടെ. ഞാൻ വീക്കിലി 2-3 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇതൊരിക്കലും നിങ്ങൾ ഡെയിലി യൂസിന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അതേപോലെ തന്നെ നമ്മൾ സ്മോൾ എമൗണ്ട്, അതായത് നമ്മളെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സ്മോൾ എമൗണ്ട് എടുത്തിട്ട് നമ്മളെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ആ മസാജ് കഴിയുമ്പം തന്നെ നമ്മളെ പകുതി ആശ്വാസവും ആയിട്ടുണ്ടാവും കേട്ടോ. അതായത് പകുതിയും നമ്മളെ പ്രശ്നം തീരുന്നുണ്ട് ആ മസാജിൽ. അതുപോലെ തന്നെ ഒരു 2-3 മിനിറ്റ്സ് നമ്മളെ സ്കാൽപ്പിൽ അത് നന്നായിട്ട് പിടിക്കാൻ വെക്കുക. അതിനുശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെയെന്ന് വെച്ചാൽ ഫസ്റ്റ് യൂസ് തന്നെ എനിക്ക് പിന്നെ ഉണ്ടായ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ പൊഴിയുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു എൻ്റെ മുടി പൊഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഫസ്റ്റ് യൂസ് തന്നെ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ മുടി പൊഴിയുന്നത്. എനിക്ക് ഇത് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക അതൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. എനിക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടായ സായൂന്നിലെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താലും മതി കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ, ഈ പ്രൊഡക്റ്റ് എന്നല്ല ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം. അത് നമ്മുടെ സ്കിന്നിലായാലും ഹെയറിലായാലും എവിടെയാണെങ്കിലും നമ്മൾ പാച്ച് ടെസ്റ്റ് ഉറപ്പായിട്ടും മസ്റ്റായിട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റും പറ്റണമെന്നില്ല. പിന്നെ നമ്മൾ നന്നായിട്ട് കുരുക്കൾ വന്ന് പൊട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഉള്ളവർ ഒന്ന് ഡോക്ടറുമായിട്ട് ഒന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. അവരെ പറ്റി എനിക്ക് ശരിക്കും അറിയില്ല. എൻ്റെ തലയിൽ ഞാൻ നന്നായിട്ട് താരനുണ്ടായിരുന്നു, പക്ഷേ കുരുക്കൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നിങ്ങളോട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ പ്രൊഡക്റ്റ് അല്ല, നമ്മൾ വേറെ ഏത് പ്രൊഡക്റ്റും നമ്മൾ താരം കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ താരം തെച്ച് നമ്മളെ തലേന്ന് പോയി, നമ്മളെ സ്കാൽപ്പിൽ നിന്ന് തെച്ച് താരനും പോയി. പിന്നെ നമ്മൾ ആ യൂസ് ചെയ്തിരുന്ന ചീർപ്പ്, തോർത്ത്, ക്ലിപ്സ് അതൊക്കെ വീണ്ടും യൂസ് ചെയ്താൽ അതേ പോയ സ്പീഡിൽ തന്നെ നമ്മൾ തിരിച്ച് താരം നമ്മളെ സ്കാൽപ്പിലേക്ക് വീണ്ടും എത്തും. അത് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയത് യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് ഇതിന്. അപ്പോൾ നമുക്ക് ഇത്രയുള്ള ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ. അപ്പം ഞാൻ വീണ്ടും പറയാണ് ഗൈസ്, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഇത് എൻ്റെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയതാണ്. എന്നെപ്പോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് സർക്കിളിലോ അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളെ ഫാമിലി സർക്കിളിലോ ആർക്കെങ്കിലും ഈ പ്രശ്നം ബുദ്ധിമുട്ടുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തോ. ട്രസ്റ്റ് മീ ഗൈസ്. അപ്പം ഇനി നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടായ സായൂന്നിലെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.